ഹലോ, ഗുഡ് മോർണിംഗ്. എസ് എം ടോക്കിന്റെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പുതിയൊരു പ്രഭാതം, പുതിയൊരു ദിവസം, നമുക്ക് പുതിയ അനുഭവങ്ങളും സന്തോഷങ്ങളായിട്ട് ഇതാ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് എന്തൊക്കെ വിശേഷങ്ങളായിരിക്കും പ്രഭാതത്തിന് നമ്മളോട് പറയാനുണ്ടാവുക അറിയില്ലല്ലേ. ഓക്കെ, ഏതായാലും രണ്ട് കൈയും നീട്ടി ആ പ്രഭാതത്തിന്റെ പുതിയ സന്തോഷങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ പല തീരുമാനങ്ങളെയും, നമ്മുടെ സ്വഭാവത്തെയും, നമ്മുടെ പെരുമാറ്റത്തെയും, നമ്മളെടുക്കുന്ന പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകളെയും കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഉള്ളിലെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ വിശ്വാസങ്ങളാണോ നിറഞ്ഞു നിൽക്കുന്നത്, ആ വിശ്വാസങ്ങളുടെ ആകെത്തുകയാണ് ഒരു പക്ഷേ പലപ്പോഴും നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. നമ്മൾ പല സ്ഥലത്തും ഇടപെടുന്നത്, പല തീരുമാനങ്ങളും എടുക്കുന്നത്, പലതിനെക്കുറിച്ചും നമ്മൾ കാഴ്ചപ്പാടുകളെ ഉണ്ടാക്കുന്നത്, പലതിനോട് നമ്മൾ അടുക്കുന്നത്, പലതിനോട് നമ്മൾ അകലുന്നത്, പല പല ധാരണകളും നമ്മൾ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം പലപ്പോഴും ഈ വിശ്വാസങ്ങളുടെ പുറത്താണ്. നമ്മുടെ ഉള്ളിലൊക്കെ പലതരത്തിലുള്ള വിശ്വാസം അല്ലേ. നമ്മൾ ഒരു മതവിശ്വാസി എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയും, ഓരോ മതത്തിൻ്റെയും അതിൻ്റെ ഏറ്റവും അന്തർധാര അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നതും വിശ്വാസമാണ്. ഈ വിശ്വാസങ്ങൾ നമ്മളെ പലതരത്തിലും നിയന്ത്രിക്കുന്നുണ്ട്, പലതരത്തിലും ആ വിശ്വാസങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നമ്മളെ വല്ലാതെ ആഴത്തിൽ നമ്മളെല്ലാം വിശ്വസിച്ചിരുന്ന, എന്നാൽ ഈ ഒരു വലിയ പ്രായത്തിലേക്ക് നമ്മൾ വന്നപ്പം പലപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ചില വിശ്വാസങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെയും കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയും വളർച്ചയെയും ഉയർച്ചയെയും സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഈ വിശ്വാസങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മൾ ഓർമ്മയിൽ നമ്മുടെ ഉള്ളിൽ നിറച്ച ഒരു വിശ്വാസമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഓടിച്ചാടി കളിച്ച് ഭയങ്കര സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ കൂട്ടുകുടുംബമായിട്ടായിരുന്നു കുഞ്ഞുനാളിലൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ കുട്ടികളും ഒരുപാട് ആളുകൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മളൊക്കെ ഭയങ്കര ശബ്ദത്തോടുകൂടെ ഓടിച്ചാടി നടന്ന് ശബ്ദം ഉണ്ടാക്കുമ്പം വീട്ടിലുള്ള മുതിർന്ന ആളുകൾ പറയാറുണ്ടായിരുന്നു, അധികം ചിരിക്കണ്ടട്ടോ കരയേണ്ടി വരുമെന്ന്. ഓർമ്മയില്ലേ? അധികം ചിരിക്കണ്ടട്ടോ കരയേണ്ടി വരുമെന്ന്. അപ്പം അധികം ചിരിക്കേണ്ട, കരയേണ്ടി വരും എന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് നിരന്തരമായിട്ട് ആ വാക്കുകളിലൂടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇപ്പോഴും നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ, പടച്ചോനെ സന്തോഷം വന്നു, ഇനി എന്ത് വിഷമമായിരിക്കും ഇതിൻ്റെ പിറകിൽ വരാനുണ്ടാവുക. ഓരോ സന്തോഷത്തിൻ്റെ പിറകിലും ഒരു ദുഃഖം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് നമ്മൾ എവിടെയോ വിശ്വസിച്ച് വെച്ചിരിക്കുന്നുണ്ട് അല്ലേ. എവിടെയോ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഓരോ സന്തോഷത്തിൻ്റെ പിറകിലും ഒരു ദുഃഖമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിശ്വാസം വളരെ റോങ് ആയിട്ടുള്ള വിശ്വാസമാണ്. ഇതാണ് ശരിക്കും അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഓരോ ദുഃഖത്തിൻ്റെ പിറകിലും ഒരു സന്തോഷമുണ്ട് എന്ന് ഖുർആനിലും മറ്റുമൊക്കെ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഓരോ സന്തോഷത്തിൻ്റെ പിറകിലും ദുഃഖമുണ്ട് എന്ന് എവിടെയും പറഞ്ഞില്ല. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു സാധനം നിരന്തരം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. അത് നമ്മുടെ വിശ്വാസമായിട്ട് മാറി ഇന്നും നമ്മളെ പല സ്ഥലങ്ങളിലും അത് സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇങ്ങനെ നമ്മളെ ഈ ഒരു വിശ്വാസം കൺട്രോൾ ചെയ്യുമ്പോൾ, നമ്മൾ ഏതൊരു വലിയ സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് ശരിക്കും ദുഃഖമാണ് അല്ലേ. ഇനി എന്ത് ദുഃഖമാണ് വരാനുള്ളത് എന്ന ആശങ്കയാണ്. ഈ ആശങ്കയോടുകൂടെ ജീവിക്കുന്ന നമുക്ക് എങ്ങനെയാണ് പരിപൂർണമായിട്ട് സന്തോഷിക്കാൻ കഴിയുക? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ വലിയ സന്തോഷത്തേക്ക് കൊണ്ടുവരാൻ കഴിയുക? ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുക? ഈ വിശ്വാസത്തിൽ നിന്ന് ശരിക്കും നമ്മൾ പുറത്തു വരണ്ടേ? നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? ഈ സന്തോഷവും പടച്ചവൻ തന്നതല്ലേ? ദുഃഖം തന്ന പോലെ തന്നെ സന്തോഷം തരുന്നതും പടച്ചവൻ തന്നെ അല്ലേ? യെസ്, തീർച്ചയായിട്ടും പടച്ചവനാണ് നമുക്ക് ദുഃഖം തന്നിട്ടുള്ളത്. പടച്ചവൻ തന്നെയാണ് സന്തോഷം തന്നിട്ടുള്ളത്. സന്തോഷം അനുഭവിക്കാനുള്ള എല്ലാവിധ സാധ്യതയും പടച്ചവൻ നമുക്ക് ഒരുക്കി തന്നിട്ടില്ലേ? ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് മുഴുവനും അനുഗ്രഹങ്ങളാണ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ പടച്ചവൻ നൽകിയത് മുഴുവനും അനുഗ്രഹങ്ങളാണ് അല്ലേ. നിറയെ അനുഗ്രഹങ്ങളുടെ ഒരു വലിയൊരു കെട്ട് തന്നെയാണ്. നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി ഓരോ ദിവസവും നമുക്ക് അനുഗ്രഹങ്ങളുടെ പേമാരി പെയ്തിറങ്ങുന്ന ജീവിതമാണ് നമ്മുടെ ജീവിതം അല്ലേ. ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ജീവിതത്തിൽ ശരിക്കും സന്തോഷിക്കാനാണ് വകുപ്പ് കൂടുതലുള്ളത് അല്ലേ. നരകം
സ്വർഗം എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മരണശേഷം സ്വർഗത്തിലാണോ നരകത്തിലാണോ നമ്മൾ എത്തുക എന്നുള്ളതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവിടെയും നമുക്ക് ചിന്തിച്ച് നോക്കാം, നരകത്തിലേക്ക് പോകാനുള്ളതിനാണോ സ്വർഗത്തിലേക്ക് പോകാനുള്ളതിനാണോ പടച്ചവന്റെ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്? ആഴത്തിലിറങ്ങി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമുക്ക് ഓരോ തെറ്റിൽ നിന്നും അതിനെ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരങ്ങൾ തന്നു അല്ലേ. ഇനി നന്മകൾ കൂടുതൽ ചെയ്താൽ ഒരുപാട് ഇരട്ടി കൂലി കിട്ടുന്ന റമദാൻ പോലെയുള്ള അവസരങ്ങൾ ഒരുക്കി തന്നു അല്ലേ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പടച്ചവൻ ഒരുക്കി തന്ന സംവിധാനങ്ങളുള്ളത്. ഇനി ഓരോ നിമിഷവും നമ്മുടെ ജീവിതം കുഞ്ഞുനാളിൽ സംരക്ഷിക്കാൻ നമുക്ക് രക്ഷിതാക്കളെ തന്നു, വലുതാവുമ്പോൾ നമുക്ക് കൂട്ടായ ഒരു ഇണയെ തന്നു, പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ സംരക്ഷിക്കുന്നു. അങ്ങനെ ഒരു നല്ല സിസ്റ്റം പടച്ചവൻ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് അനുഗ്രഹങ്ങളുടെ കലവറയാണ് ശരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ അനുഗ്രഹങ്ങളുടെ കലവറയായിരുന്നിട്ട് പോലും നമ്മുടെ സന്തോഷങ്ങൾ കടന്നു വരുമ്പം, ഒരു പൊട്ടിച്ചിരി കടന്നു വരുമ്പം, ഒരു നല്ല അനുഭവം കടന്നു വരുമ്പം അതിൽ സന്തോഷിക്കാൻ കഴിയാതെ പടച്ചവനെ എന്ത് ദുഃഖമാണ് എനിക്കിനി വരാനുള്ളതെന്ന് ചിന്തിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമുക്ക് സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയും സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും? നമ്മുടെ വിശ്വാസം തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതമായിട്ട് മാറുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ? ചിന്തിച്ചു നോക്കാം. നമ്മുടെ വിശ്വാസം തന്നെയാണ് നമ്മുടെ ജീവിതമായിട്ട് മാറുന്നത്. എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതവുമായി മാറുന്നത്. എന്ത് പടച്ചവൻ നൽകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് പടച്ചവൻ നമുക്ക് നൽകുന്നത്. നമ്മൾ പടച്ചവനെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് അവൻ നമുക്ക് എന്ന് പടച്ചവൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ദുഃഖം ഓരോ സന്തോഷത്തിന്റെ പിറകിലും ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നിറയെ ദുഃഖത്തിലാഴ്ന്നു പോകും. നമ്മൾ സന്തോഷങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ, സന്തോഷം നിറയെ എൻ്റെ ജീവിതത്തിൽ ഇനിയും വരുമെന്ന് വീണ്ടും 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 വിശ്വസിക്കുമ്പോൾ ഇത് വലിയ ഒരു സംവിധാനമാണ്. വിശ്വാസം പ്രാർത്ഥനയുടെ മൂർത്തീഭാവം തന്നെയാണ് അല്ലേ. എനിക്ക് പടച്ചവൻ അത് നൽകും എന്ന എൻ്റെ ഉറച്ച വിശ്വാസം എൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും മൂർത്തീഭാവമാണ്. പടച്ചവനെ തരൂ എന്ന് പറയുന്നതിനേക്കാളും, പടച്ചവനെ തായോ എന്ന് സംസാരിക്കുന്നതിനേക്കാളും എത്രയോ മനോഹരമാണ് പടച്ചവൻ അത് തരും എന്ന എൻ്റെ ഉറച്ച വിശ്വാസം. അതിനേക്കാളും വലിയ പ്രാർത്ഥന മറ്റെന്താണുള്ളത്? എൻ്റെ ജീവിതം സന്തോഷത്തിലാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതാണ് ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മനോഹരമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഏതായാലും പടച്ചവന് അത്തരം വിശ്വാസങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും പടച്ചവൻ വലിയ ഒരു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് നല്ല വിശ്വാസങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ കുഞ്ഞുനാളിൽ ഇതുപോലെ നമ്മളില്ലാതെ ഉണ്ടാക്കിയെടുത്ത ചില വിശ്വാസങ്ങളുടെ പേരിൽ ഇപ്പോഴും ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. അത്തരം മനുഷ്യന്മാരെ നമുക്ക് അല്ലേ അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ സന്തോഷം പടച്ചവൻ നിറച്ചു കൊടുക്കട്ടെ, തിരിച്ചറിവ് നിറച്ചു കൊടുക്കട്ടെ. വിശ്വാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെയൊക്കെ ചില സമയത്ത് വിശ്വാസങ്ങൾ ഇങ്ങനെ ഞെരുക്കി കളയും. ആ വിശ്വാസങ്ങളിൽ നിന്ന് നമുക്ക് പൊട്ടിച്ച് പുറത്തേക്ക് വരണം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇത്തരം ചെറിയ വിശ്വാസങ്ങളെ കൊണ്ട് എത്ര കാലമായി നമ്മൾ ദുഃഖം അനുഭവിക്കുന്നു. ഇനി ദുഃഖം അനുഭവിക്കണോ? വേണ്ട. ഇനി ആ ദുഃഖങ്ങളെ നമുക്ക് ഒഴിവാക്കാം. സന്തോഷത്തിലേക്ക് വരാം, സമാധാനത്തിലേക്ക് വരാം. ഈ ലോകത്തെ എല്ലാ മനുഷ്യരെക്കാളും ഒരുപക്ഷെ പടച്ചവൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായിരിക്കാം നമ്മൾ. ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും പടച്ചവൻ സന്തോഷിക്കാൻ അവസരം നൽകിയ പോലെ തീർച്ചയായിട്ടും നമുക്ക് നൽകിയിട്ടുണ്ട്. പടച്ചവൻ സന്തോഷിക്കാൻ നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. നൽകിയ അവസരത്തിൽ സന്തോഷിക്കാതെ, നൽകിയ ജീവിതത്തെ ജീവിക്കാതെ മരിച്ചു പോകുന്നവൻ എത്ര പരാജിതനാണ്. അപ്പം പടച്ചവൻ നൽകിയാണ് ജീവിതം, പടച്ചവൻ നൽകിയാണ് സന്തോഷിക്കാനുള്ള വകുപ്പുകൾ. ഇതെല്ലാം ആ രീതിയിൽ തന്നെ അനുഭവിക്കാൻ പടച്ചവൻ തന്നെ നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം നിർത്തുന്നു. എല്ലാവരും ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ കഥകളെ കമന്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടാറ്റാ ബൈ ബൈ. താങ്ക് യു.